പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. അട്ടപ്പാടി മധു വധക്കേസിൽ ഒന്നാം പ്രതി ഹുസൈനെ വെറുതെ വിട്ടു. മരക്കാർ അടക്കമുള്ള മറ്റ് 15 പ്രതികളുടെ അപ്പീൽ ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ്. ഏതായാലും സുപ്രധാനമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അട്ടപ്പാടി മധു വധക്കേസിലാണ് ഇപ്പോൾ ഒന്നാം പ്രതി ഹുസൈനെ ഹൈക്കോടതി വെറുതെ വിട്ടിരിക്കുന്നത്. മരക്കാർ അടക്കമുള്ള മറ്റ് 15 പ്രതികളുടെ അപ്പീലും ഹൈക്കോടതി തള്ളിയിട്ടുണ്ട്. ഒന്നാം പ്രതിയായ ഹുസൈനെയാണ് ഇപ്പോൾ ഹൈക്കോടതി വെറുതെ വിട്ടിരിക്കുന്നത്. ഏറ്റവും സുപ്രധാനമായ ഒരു വിധി തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അട്ടപ്പാടി മധു വധക്കേസിൽ കേരളത്തിലടക്കം ഏറെ ചർച്ചയായ ഒരു കേരള മനസാക്ഷിയടക്കം ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു ഈ ഒരു അട്ടപ്പാടി മധു വധക്കേസിൽ. ഇപ്പോൾ അതിൽ ഒന്നാം പ്രതി ഹുസൈനെ ഇപ്പോൾ ഹൈക്കോടതി വെറുതെ വിട്ടിരിക്കുകയാണ്. എന്നാൽ മറ്റ് 15 പ്രതികളുടെ അപ്പീൽ ഹൈക്കോടതി തള്ളിയിട്ടുണ്ട്. പ്രതികളായ ഹുസൈൻ, മരക്കാർ, ഷംസുദ്ദീൻ, രാധാകൃഷ്ണൻ, അബൂബക്കർ, സിദ്ദിഖ്, ഉബൈദ്, നജീബ്, ഹരീഷ്, ബിജു, മുനീർ എന്നിവരുടെ ശിക്ഷാവിധി റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയത്. അതിൽ ഒന്നാം പ്രതിയായ ഹുസൈനെയാണ് ഇപ്പോൾ വെറുതെ വിട്ടിരിക്കുന്നത്. എന്നാൽ മരക്കാർ അടക്കമുള്ള മറ്റ് 15 പ്രതികളുടെ അപ്പീൽ ഇപ്പോൾ ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ്. ഈ ഒരു കേസിൽ നമുക്കറിയാം, ഒന്നാം പ്രതിയായ ഹുസൈൻ ആണ് ഈ ഒരു മോഷണക്കുറ്റം ആരോപിച്ചുകൊണ്ട് മധുവിനെ കാട്ടിൽ നിന്നും ഈ ഒരു ടൗണിലേക്ക്, അട്ടപ്പാടിയിലെ ടൗണിലേക്ക് അടക്കം കൊണ്ടുവന്ന് മർദ്ദിക്കുന്നതിൽ ഏറ്റവും അവസാനമായി ഈ ഒരു മധുവിനെ ചവിട്ടിയത് ഈ ഒരു ഹുസൈനാണ് എന്നടക്കമുള്ള വിവരങ്ങളായിരുന്നു ഈ ഒരു സമയത്തുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഒന്നാം പ്രതിയാണ് ഹുസൈൻ എന്ന് പറയുന്നത്. ഈ ഒരു അവസാനം ഈ ഹുസൈൻ മധുവിനെ ചവിട്ടുമ്പോൾ തെറിച്ചു വീണ മധുവിൻ്റെ തല ഇടിക്കുകയും തലയിൽ ക്ഷതമേൽക്കുകയും അങ്ങനെയാണ് മധു മരിച്ചത് എന്നതായിരുന്നു ഇപ്പോൾ കുറ്റപത്രത്തിലടക്കം പറഞ്ഞിരുന്നത്. ഒന്നാം പ്രതിയായ ഹുസൈനെയാണ് ഇപ്പോൾ വെറുതെ വിട്ടിരിക്കുന്നത്. എന്നാൽ മരക്കാർ അടക്കമുള്ള മറ്റ് 15 പ്രതികളുടെ അപ്പീൽ ഇപ്പോൾ ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ്. മറ്റ് 15 പ്രതികളുടെ അപ്പീലാണ് ഇപ്പോൾ ഹൈക്കോടതി തള്ളിയിരിക്കുന്നത്. മറ്റു പ്രതികളുടെ ശിക്ഷ ഇപ്പോൾ ഹൈക്കോടതി ശരിവെക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ മറ്റു പ്രതികളുടെ അപ്പീൽ ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ്. എന്നാൽ ഒന്നാം പ്രതിയായ ഹുസൈനെ ഹൈക്കോടതി വെറുതെ വിട്ടിരിക്കുകയാണ്. ഈ ഒരു കേസിൽ ഇവരെ വെറുതെ വിടരുതെന്നടക്കമുള്ള കാര്യങ്ങൾ സർക്കാരും അതുപോലെ തന്നെ മധുവിൻ്റെ കുടുംബവും കോടതിയെ അറിയിക്കുകയുണ്ടായിരുന്നു. ഈ പ്രതികൾ പുറത്തിറങ്ങുന്നത് തങ്ങളുടെ ജീവന് ഭീഷണിയാണെന്നടക്കമുള്ള കാര്യങ്ങൾ മധുവിൻ്റെ കുടുംബം പറയുകയുണ്ടായിരുന്നു. ഏതായാലും ഈ ഒരു സംഭവത്തിൽ ഇപ്പോൾ ഒന്നാം പ്രതിയെയാണ് ഇപ്പോൾ ഹൈക്കോടതി വെറുതെ വിട്ടിരിക്കുന്നത്. മധു കൊല്ലപ്പെട്ട കേസിൽ മുഴുവൻ പ്രതികളോടും കോടതിയിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നു. ഇപ്പോൾ രാജേഷ് ശ്രീനിവാസൻ ചേരുന്നു. രാജേഷ്, ഇപ്പോൾ ഏറെ സുപ്രധാനമായ ഒരു വിധിയാണ് വന്നിരിക്കുന്നത്. ഒന്നാം പ്രതിയെ ഇപ്പോൾ മധു വധക്കേസിലെ ഒന്നാം പ്രതി ഹുസൈനെ ഇപ്പോൾ ഹൈക്കോടതി വെറുതെ വിട്ടിരിക്കുകയാണ്. എന്തൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഹുസൈനെ വെറുതെ വിട്ടിരിക്കുന്നത്? ദീപ്തി, രാജ്യമേറെ ഉറ്റുനോക്കിയ പ്രധാനപ്പെട്ട ഒരു കൊലക്കേസ് കൂടിയായിരുന്നു അട്ടപ്പാടി മധു കൊലക്കേസ് എന്ന് പറയുന്നത്. ഇതിലാണിപ്പോൾ ഒന്നാം പ്രതിയായിട്ടുള്ള ഹുസൈനെ വെറുതെ വിട്ടത്. ഈ കാട്ടിൽ നിന്നും ഈ മോഷണ കുറ്റം ആരോപിച്ച് കാട്ടിൽ നിന്നും ഈ മധുവിനെ കൊണ്ടുവന്നത് ഹുസൈനായിരുന്നു. ഈ ഹുസൈൻ്റെ അവസാനത്തെ ചവിട്ടായിരുന്നു മധുവിൻ്റെ കൊലപാതകത്തിന് കാരണമെന്നായിരുന്നു കണ്ടെത്തൽ. അത് ഈ ഹുസൈൻ ചവിട്ടി എന്നതിൽ തെളിവില്ല എന്നാണ് ഇപ്പോൾ ഹൈക്കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഒന്നാം പ്രതിയായിട്ടുള്ള ഹുസൈനെ ഇപ്പോൾ ഹൈക്കോടതി വെറുതെ വിട്ടിരിക്കുന്നത്. മരക്കാരടക്കമുള്ള 15 പ്രതികളുടെ അപ്പീൽ കോടതി തള്ളിയിട്ടുണ്ട്. ഒന്നാം പ്രതിയായിട്ടുള്ള ഹുസൈനാണ് ഇപ്പോൾ ഹൈക്കോടതി വെറുതെ വിട്ടിരിക്കുന്നത്. ഈ അവസാന ചവിട്ടിലാണ് ഈ അല്ലെങ്കിൽ മധു മരിച്ചതെന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല, പ്രോസിക്യൂഷന് സാധിച്ചിട്ടില്ല എന്നതാണ് ഇപ്പോൾ ഹൈക്കോടതി കണ്ടെത്തിയിട്ടുള്ളത്. മരക്കാർ ഷംസുദ്ദീൻ, രാധാകൃഷ്ണൻ, അബൂബക്കർ, സിദ്ദിഖ്, ഉബൈദ്, നജീബ്, ജയ്മോൻ, സജീവ്, സതീഷ്, ഹരീഷ്, ബിജു, മുനീർ എന്നിവരുടെ ശിക്ഷ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു ആ പ്രതികളുടെ അപ്പീൽ ഇപ്പോൾ ഹൈക്കോടതി തള്ളിയിരിക്കുകയായിരുന്നു. ഈ 2018 ഫെബ്രുവരി 22-നായിരുന്നു രാജ്യത്തെ നടുക്കിയ ഈ കൊലപാതകം ഉണ്ടായത്. ഈ ഭക്ഷണം മോഷ്ടിച്ചതിന് അല്ലെങ്കിൽ കുറ്റം ആരോപിച്ചായിരുന്നു ആദിവാസി യുവാവായ മധുവിനെ ഈ ആൾക്കൂട്ടം കൊലപ്പെടുത്തുന്നത്. മാനസിക പ്രശ്നമുണ്ടായിരുന്ന മധുവിനെ കാട്ടിൽ നിന്നും വലിച്ചു കൊണ്ടുവന്ന് നാട്ടിൽ വെച്ച് ആൾക്കൂട്ടം മർദ്ദിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു എന്നതായിരുന്നു കേസ്. ഈ കേസിൽ നീണ്ട വിചാരണകൾക്കൊടുവിലായിരുന്നു മണ്ണാർക്കാട് കോടതി ഈ പ്രതികൾക്കെതിരെ, പട്ടികജാതി പട്ടികവർഗ പ്രത്യേക കോടതി ഈ പ്രതികൾക്കെതിരെ 7 വർഷത്തെ കഠിന തടവും
കഠിന പിഴയും ശിക്ഷ വിധിച്ചത്. ഇതിനെതിരായിരുന്നു ശിക്ഷാവിധി മരവിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രതികൾ ഹൈക്കോടതിയെ സമീപിച്ചത്. ഇതിലാണ് ഇപ്പോൾ നിർണായക ഒരു ഉത്തരവ് അല്ലെങ്കിൽ ഒരു വിധി ഉണ്ടായിട്ടുള്ളത്. ഈ കേസിൽ ഒന്നാം പ്രതിയായിട്ടുള്ള ഹുസൈനെ ഇപ്പോൾ കോടതി വെറുതെ വിട്ടിരിക്കുന്നു. ബാക്കി മറ്റു 15 പ്രതികളുടെ അപ്പീൽ ഇപ്പോൾ കോടതി തള്ളിയിരിക്കുന്നു. ഈ കേസ് ഇനി ഉച്ചയ്ക്ക് ശേഷം വീണ്ടും പരിഗണിക്കുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. ഈ പ്രതികളുടെ ശിക്ഷ അത് വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് മധുവിൻ്റെ മാതാവ് നൽകിയ അപ്പീലിൽ കൂടി ഇപ്പോൾ ഒരു കേസ് പരിഗണിക്കുമെന്നതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. രാജ്യത്തെ ഏറെ നടുക്കിയ ഈ 2018 ഈ ആൾക്കൂട്ട കൊലപാതകം അതിലിപ്പോൾ ഒരു നിർണായക വിധിയാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഈ കേസിൽ ഒന്നാം പ്രതിയായിട്ടുള്ള ഈ കാട്ടിൽ നിന്നും മധുവിനെ നാട്ടിലേക്ക് വലിച്ചു കൊണ്ടുവന്ന് മർദ്ദിച്ച അവസാന ചവിട്ടിലാണ് ഈ ഹുസൈൻ്റെ അവസാന ചവിട്ടിലാണ് മധു കൊല്ലപ്പെട്ടത് എന്നതാണ് പ്രോസിക്യൂഷൻ കണ്ടെത്തിയിരുന്നത്. അതേസമയം ഈ ചവിട്ടുന്നതിൽ ഒരു തെളിവില്ലെന്നാണ് ഇപ്പോൾ കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഒന്നാം പ്രതിയായിട്ടുള്ള ഹുസൈനെ കോടതി വെറുതെ വിട്ടിരിക്കുന്നത്. 15 പ്രതികൾ മരക്കാരടക്കമുള്ള 15 പ്രതികളുടെ അപ്പീൽ ഇപ്പോൾ കോടതി തള്ളുന്നൊരു സാഹചര്യം ഉണ്ട്. മറ്റു പ്രതികളുടെ ശിക്ഷ തടയണമെന്നാവശ്യപ്പെട്ട് അല്ലെങ്കിൽ മറ്റു പ്രതികളുടെ ശിക്ഷ വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഈ മധുവിൻ്റെ മാതാവ് നൽകിയ ഹർജി കൂടി ഇപ്പോൾ പരിഗണിക്കും. സർക്കാർ മാതാവും കൂടിയാണ് ഈ ഹർജി നൽകിയിരിക്കുന്നത്. എന്തായാലും 15 പ്രതികളുടെ അപ്പീലാണ് ഇപ്പോൾ ഹൈക്കോടതി തള്ളിയിരിക്കുന്നത്. ദീപ്തി, ശരി, എന്തായാലും ഹൈക്കോടതി ഇപ്പോൾ അട്ടപ്പാടി മധു വധക്കേസിലെ ഒന്നാം പ്രതി ഹുസൈനെ ഹൈക്കോടതി ഇപ്പോൾ വെറുതെ വിട്ടിരിക്കുകയാണ്. എന്നാൽ മരക്കാർ അടക്കമുള്ള മറ്റ് 15 പ്രതികളുടെ അപ്പീൽ ഹൈക്കോടതി തള്ളിയിട്ടുണ്ട്. ഒന്നാം പ്രതിയായ ഹുസൈനെയാണ് ഇപ്പോൾ വെറുതെ വിട്ടിരിക്കുന്നത്. നേരത്തെ തന്നെ കോടതി ഈ ഒരു പ്രായമടക്കമുള്ള കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് കോടതി ഹുസൈൻ അടക്കമുള്ളവരെ ജാമ്യത്തിൽ വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം ഈ ഒരു ശിക്ഷാവിധി അടക്കം ചോദ്യം ചെയ്തുകൊണ്ട് ഇവർ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. അതിലാണ് ഇപ്പോൾ ഒരു തീരുമാനം വന്നിരിക്കുന്നത്. ഒന്നാം പ്രതിയായ ഹുസൈനെ വെറുതെ വിട്ടിരിക്കുകയാണ്. എന്നാൽ മരക്കാർ അടക്കമുള്ള മറ്റ് 15 പ്രതികളുടെ അപ്പീൽ ഹൈക്കോടതി തള്ളുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അട്ടപ്പാടി മുക്കാലിൽ ആൾക്കൂട്ട മർദ്ദനമേറ്റ് മരിച്ച മധു കൊല്ലപ്പെട്ട സംഭവത്തിലാണ് ഇപ്പോൾ ഒന്നാം പ്രതി ഹുസൈനെ വെറുതെ വിട്ടിരിക്കുന്നത്. മറ്റുള്ളവരുടെ ശിക്ഷ ഹൈക്കോടതി ശരിവെക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ മരക്കാർ അടക്കമുള്ള മറ്റ് 15 പ്രതികളുടെ അപ്പീൽ ഹൈക്കോടതി തള്ളുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. മരക്കാർ, അതുപോലെ തന്നെ ഷംസുദ്ദീൻ, രാധാകൃഷ്ണൻ, അബൂബക്കർ, സിദ്ദിഖ്, ഉബൈദ്, നജീബ്, ജൈമോൻ, സജീവ്, സതീഷ്, ഹരീഷ്, ബിജു എന്നിവരുടെ ശിക്ഷാവിധിയാണ് ഇപ്പോൾ കോടതി ശരിവെച്ചിരിക്കുന്നത്. എന്നാൽ ഒന്നാം പ്രതി ഹുസൈനെ വെറുതെ വിടുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. കേരള മനസാക്ഷി അടക്കം ഞെട്ടിച്ച ഒരു കൊലപാതകത്തിലെ ഒന്നാം പ്രതിയാണ് ഇപ്പോൾ വെറുതെ വിട്ടിരിക്കുന്നത്.